ലൈവ് എടുക്കാൻ വേണ്ടി പറ ഞാൻ പറ
Piedra
സംഭവമാണ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നു. ഐജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ആ മാർച്ചിൽ ആരാധനും ബഹുമാന്യരുമായ APCCയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ശശി തരൂർ ഉൾപ്പെടെയുള്ള മറ്റ് MPമാരും MLAമാരും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇരിക്കുന്ന വേദിയിലേക്കാണ് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയിരിക്കുന്നത്, ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണ നമുക്കറിയാം ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട്, ടിയർ ഗ്യാസ് പ്രയോഗിക്കാറുണ്ട്. അത് പ്രകടനത്തിന്റെയും സമരത്തിന്റെയും എല്ലാം ഒരു മാർഗമാണ്. പക്ഷേ ജനങ്ങളെ പിരിച്ചുവിടാൻ, പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ സ്വാഭാവികമായി ചെയ്യുന്ന ചില പ്രയോഗങ്ങൾ, പോലീസ് ചെയ്യുന്ന പ്രയോഗങ്ങളാണ് അത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ സാധാരണ നടക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് നടന്നിരിക്കുന്ന സംഭവം എന്താണ്? പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷങ്ങളുടെ മാത്രമല്ല, ജനകീയ നേതാവാണ്. ആ ജനകീയ നേതാവ്, പ്രതിപക്ഷ നേതാവ് ഒരു MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ടിയർ ഗ്യാസ് സാധാരണയുള്ള ടിയർ ഗ്യാസ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ കണക്കനുസരിച്ച് അതിൽ പറയുന്ന രീതിയിലുള്ള ടിയർ ഗ്യാസ് അല്ല, മറിച്ച്
അതിനകത്ത് വീര്യം കൂടുതലുള്ള കെമിക്കൽ കൂടുതലുള്ള ടിയർ ഗ്യാസ് ആണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. അതുപോലെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവര്, കെ സുധാകരന്റെയും അതുപോലെ തന്നെ വി ഡി സതീശന്റെ മുന്നിൽ അടിപ്പതറിയാണ് ഈ യാത്ര, നവകേരള യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വന്ന ക്ഷീണം പേടിച്ച് വിറളിമുണ്ട്. ഈ നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്കറിയാം, കെ സുധാകരന് അസുഖമുണ്ടെന്നും അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി വിദേശത്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നും പത്രദ്വാര എല്ലാവരും മൂടിവെച്ച് മറ്റുള്ള നേതാക്കന്മാർ പോകും പോലെ ഒളിഞ്ഞും പാത്തുമല്ല കൃത്യമായി പറഞ്ഞ് ചികിത്സയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത്തരം ഒരാളിരിക്കുന്നത്, അതും കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ്, ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റാണ് ശ്രീ കെ സുധാകരൻ. ആ കെ സുധാകരൻ ഇരിക്കുന്ന, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിരിക്കുന്ന, മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇരിക്കുന്ന, നമുക്കറിയാം ശശി തരൂരിനെ പോലെ ലോകവിജ്ഞാനായ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരിരിക്കുന്ന, കെ മുരളീധരനെ പോലെ മറ്റ് MPമാരും MLAമാരും ഇരിക്കുന്ന വേദിയിലേക്കാണ് ടിയർ ഗ്യാസ് പ്രയോഗം ഡയറക്റ്റായി ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ്? ഈ സംസ്ഥാനത്ത് കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഈ നവകേരള യാത്ര നാറിപ്പുയ്ത്തു പോയിരിക്കുന്നു. ഈ ജനങ്ങൾ ആ യാത്രയെ അവഗണിച്ചിരിക്കുന്നു. ഒരു വാക്കുകളില്ല. ഈ പിണറായി വിജയൻ എന്ത് തെണ്ടിയല്ലേ? പരമ തെണ്ടിയാണ്. ഒരു സംശയമുണ്ട്, തെണ്ടികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള തെണ്ടിത്തരം ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഈ നാടിന് തന്നെ ആപത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവനെ താഴെ ഇറക്കുന്നത് കോൺഗ്രസിന്റെയോ ഐക്യജനാധിപത്യങ്ങളുടെ ആവശ്യമല്ല, മറിച്ച് ഈ നാടിന്റെ ആവശ്യമാണ്. ജനങ്ങൾക്ക് ജീവിക്കണം, സ്വസ്ഥമായി ജീവിക്കണം, പൈസ കൊടുത്ത് സാധനം മേടിക്കാനുള്ള ആ സാഹചര്യം ഒരുക്കണം, വിലവർദ്ധനവ്, ഇതെല്ലാം കൊണ്ടും നാരായണക്കല്ലായി പിടിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഇനിയും നാളെയും മറ്റന്നാളും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നടത്തുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു താൽക്കാല പ്രതിഷേധമാണ്. ഇവിടെ ഈ പ്രതിഷേധം കണ്ട് മനസ്സിലാക്കിയില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ വാക്കുകൾ നിർത്തുന്നു. National Congress Zindabad. 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 പച്ചത്തിൽ
വ്യാമോഹിക്കും ദണ്ഡികളെ വെല്ലുവിളിച്ച് പറയുന്നു പ്രതിഷേധം 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 നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ
നിങ്ങളോടായി പറയുന്നു കാക്കിക്കുള്ളിലെ സഖാക്കളെ കാക്കിക്കുള്ളിൽ പോലീസ് സംഘം കാക്കിക്കുള്ളിൽ പോലീസ് സംഘം നിയമങ്ങൾ പാലിക്കും കാക്കിക്കുള്ളിൽ സഖാക്കളില്ല നിയമങ്ങൾ ലംഘിക്കും ആരാ പറയുന്നറിയാമോ ആരാ പറയുന്നറിയാമോ കണ്ണൂരിലെ കോൺഗ്രസ് അനന്തപുരിയുടെ വിരിമാറ് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു ഞങ്ങൾ ഉത്തരവാദികളല്ല ആരോ പറയുന്നറിയാമോ കോൺഗ്രസ് കണ്ണൂരിലെ കോൺഗ്രസ് ഭരണത്തിന്റെ ഹുങ്കും കാട്ടെ പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കച്ചുതകർക്കും തെണ്ടികളെ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്